ഇപ്പൊ ഓരോ പെൺപിള്ളേർ ഇവക്കെ മെസ്സേജ് അയക്കുന്നത്, ചേച്ചി എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒളിച്ചോടി. ഇനി +2 എക്സാം മൊത്തം തീരുമ്പോ അടുത്ത കുറെ റീല് വേറെ കാണാൻ പറ്റും. എക്സാമിന് എഴുതണം നിർബന്ധമാണോ? ഒളിച്ചോടിയ കുഴപ്പമുണ്ട്. 17, 18 വയസ്സായ ചെറുക്കനും പെണ്ണൊക്കെ ഒളിച്ചോടാ. എന്നോട് സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കട്ടെ, എന്നൊക്കെ എടുക്കണ്ടേ? എന്തിനാ നമുക്ക് ഈ ഉമ്മയൊക്കെ അയച്ചേക്കുന്നത്? എന്തിനാ? ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിൽ ചാടിയ ഉമ്മ മഴ ചാടിയപ്പോ മഴത്തുള്ളി UMMA എന്ന് പറഞ്ഞ അടിക്കുവോ? പാവപ്പെട്ട ഒരു പയ്യന് വീട്ടിലിട്ട് കൊല്ലാക്കൊല ചെയ്യണം. സോഷ്യൽ മീഡിയയില് സിഗ്മ എന്ന് പറഞ്ഞിട്ട് കിങ് ആയി നടന്നുകൊണ്ടിരുന്നത്. ഇത് ചുമ്മാ അങ്ങനെ പറയണേ. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ലവ് ലെറ്ററിൽ ഒരു ലവ് ലെറ്റർ എഴുതിപ്പിക്കാതെ വിടാൻ പറ്റില്ലല്ലോ. വായിക്കടി അവർക്ക്. ഇവൻ എഴുതിയേക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ട സോനാലക്ഷ്മിക്ക്, ബസ് സ്റ്റാൻഡിൽ കടല കുറച്ചുകൊണ്ടിരുന്ന നിന്നെ എൻ്റെ വീട്ടിലേക്ക് അണ്ടിപ്പരിപ്പ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. പ്രിയേ, അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ ഞാൻ എൻ്റെ പ്രണയം തരും. എനിക്ക് ചേട്ടനെ വളരെയധികം ഇഷ്ടമാണ്. ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് ചേട്ടൻ എന്നെ കാണാൻ വരണമേ എന്ന്. ബസ് സ്റ്റാൻഡിൽ ഞാൻ എന്നും കാത്തിരിക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. നിങ്ങളിപ്പോ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നിങ്ങളുടെ എല്ലാ വീഡിയോസും വൈറലാണ്. രാത്രി ബിരിയാണി ഒക്കെ കഴിക്കുന്ന ഒരു വീഡിയോ വൈറലായി. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കാണാം. സമയത്തേ 60 ബിരിയാണിക്ക് എത്ര അറിയോ? 150. മൊത്തം എത്ര അറിയോ? 210. എന്താ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാനുണ്ടായ സിറ്റുവേഷൻ? അത് കണ്ടന്റ് ആയിരുന്നോ? അല്ലല്ല, അത് റിയൽ ലൈഫ് തന്നെ. രാത്രി അവിടെ ചോറും കറിയൊക്കെ ഉണ്ട്, പക്ഷെ അവള് വെച്ചത് തിന്നാൻ പറ്റില്ല. ബിരിയാണി അടിക്കാൻ ഒരു ആഗ്രഹം. അല്ല, മിക്ക ദിവസം ഏറെക്കുറെ അങ്ങനെയാണ്. അവള് ചോറും കറിയൊക്കെ വെച്ച് തരും, പക്ഷെ അവള് വെച്ചത് അവൾക്ക് തിന്നാൻ മടിയാണ്. അത്ര നല്ല ഫുഡാണോ? അല്ല, ഫുഡ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്താ അറിയില്ല അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ ബിരിയാണി വേണം പറഞ്ഞു. കുട്ടിയുടെ ഏസിയുള്ള വീട്ടിലെ കുട്ടിയാണോ? അല്ല, പാവപ്പെട്ട വീട്ടില്. ഞാനും തരുന്നില്ല. ഞാൻ ചുമ്മാ വേറെ ചോദിച്ചതാ. ഓക്കെ, എന്നിട്ട് ബിരിയാണി വാങ്ങിച്ചു. എന്നിട്ട് അത് വേസ്റ്റ് ആക്കി? ഇല്ല, കഴിച്ചു. ഫുള്ളും കഴിക്കും. അല്ല, വെച്ചത് വേസ്റ്റ് ആക്കി അല്ലേ? അതാ ഒരു വിഷമം. അതാണ് ഒരു വിഷമം. എനിക്ക് തോന്നുന്നു സൈക്കോ കുറച്ചുകൂടി ലൈഫിൽ കാര്യങ്ങളൊക്കെ അറിയാൻ തോന്നണം അല്ലേ? 1 കിലോ അരിയുടെ വിലയും വെളിച്ചെണ്ണയുടെ വിലയൊക്കെ അറിയാം. പക്ഷെ അറിയാണ്ടാണ് കുറെ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നത്. എനിക്കെല്ലാം അറിയാം. കാരണം ഇത്രയും കാലം ഒറ്റയ്ക്ക് തന്നെ ഇപ്പൊ 2.5 കൊല്ലമായിട്ട് ഇടുക്കിയില് നിക്കുക. വീട്ടില് പോലും പോവാണ്ട് എപ്പോഴേലും പോവും, നിക്കത്തൊന്നുമില്ല. സ്വന്തം കാര്യം മുഴുവൻ ഞാൻ തന്നെ നോക്കുന്നത്. അപ്പൊ പിന്നെ ഇതിനെ ഒന്നായി നോക്കാൻ കുഴപ്പമില്ല. പിന്നെ വയസ്സായിട്ടില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. എന്നാലും ഇപ്പോ ഈ 18 വയസ്സില് കുട്ടി ഇറങ്ങി വരുന്ന, എന്നാലും ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. സംഭവം നമ്മളിപ്പോ ജോലിയുണ്ട്, വരുമാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഒരു എവിടെയെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? അതെന്ത് ടെൻഷനായിരുന്നു? ടെൻഷൻ എവിടുന്ന് കിട്ടുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. നിയമപരമായിട്ട് ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ അവർ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ പിന്നെ ഓക്കെ, നോ പ്രോബ്ലം. എന്നാലും കുറച്ച് ദിവസം ലൊക്കേഷനൊക്കെ ഞാൻ മാറ്റി സ്റ്റോറിയിലിടും. ഞാൻ ഇടുക്കിയിലാണ് നിൽക്കണമെങ്കിൽ എറണാകുളം എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇടും. കാരണം തെരഞ്ഞെടുക്കായിരുന്നു ആ ഗ്യാപ്പില്. പിന്നെ അവരെന്നെ ഓക്കെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടുകാർ മൊത്തം അറിഞ്ഞു. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് നാട്ടുകാരൊക്കെ അവളെ അമ്മ ഒന്ന് കൂളാവുമ്പോൾ നാട്ടുകാർ വിളിച്ച് പറയും, അവനെ കണ്ടറിയാൻ കഞ്ചാവാ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇതാക്കി വീണ്ടും അമ്മേനെ ടെൻഷനാക്കും. അപ്പോൾ പിന്നെ വീട്ടില് കുറച്ച് കുഞ്ഞു പിള്ളേരൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പം എടുത്ത് പറയാൻ പറ്റില്ല, അങ്ങനെ ആ പിള്ളേരൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പം അമ്മ ഇങ്ങനെ ഞാൻ പോയി ഇതിട്ട് കരഞ്ഞിരിക്കുന്ന സമയത്ത് അവരെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ചോദിക്കുക, നിന്റെ മോളെ വിശ്വസിച്ചിട്ടല്ലേ എൻ്റെ പിള്ളേരെ അങ്ങോട്ട് കയറ്റി വിട്ടെ, കുറച്ചും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ
പിഴച്ചു പോയതല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇപ്പൊ ഓരോ പെൺപിള്ളേർ ഇവക്കെ മെസ്സേജ് അയക്കുന്നത്, ചേച്ചി എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒളിച്ചോടി. ഇനി +2 എക്സാം മൊത്തം തീരുമ്പോ അടുത്ത കുറെ റീല് വേറെ കാണാൻ പറ്റും. അതിനൊന്നും ഞാൻ ഉത്തരവാദിയില്ല. എക്സാമിന് എഴുതണം നിർബന്ധമാണോ? ഒളിച്ചോടിയ കുഴപ്പമുണ്ട്. 17-18 വയസ്സായ ചെറുക്കനും പെണ്ണൊക്കെ ഒളിച്ചോടാ. എന്നോട് സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കണേ, എന്നൊക്കെ എടുക്കണ്ടേ? എനിക്ക് പേടി, ഞാൻ റിപ്ലൈ കൊടുക്കൂല അങ്ങനെ. കൊറേ എന്നോട് ചോദിക്കണ്ട. ഓക്കെ, ഇപ്പൊ നിങ്ങള് ഒളിച്ചോടുന്ന വീഡിയോ ഇട്ടു, നിങ്ങൾ ദൈവം സഹായിച്ച് സക്സസ്ഫുൾ ആയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നു. പക്ഷെ നമ്മളത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് അത് സൊസൈറ്റിയിലേക്ക് കൊടുക്കുവാണല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ പേര് മെസ്സേജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ചെറിയ രീതിയിൽ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നൊക്കെ കുറെ പേര് പറയുമല്ലോ. അല്ല, അങ്ങനെ പറയുന്നുണ്ട്. ഇൻസ്പിറേഷൻ ആണ്, റോൾ മോഡൽസ് ആണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തിന് ഒളിച്ചോട്ടത്തിന് റോൾ മോഡൽസോ എന്ത് കേട്ടിട്ടാണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ എല്ലാവരുടെ കാര്യം ഒരു പോലെ ആയിരിക്കില്ല. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് തന്നെ വീട്ടിലത്തെ സിറ്റുവേഷനും ഈ പറയുന്ന പോലെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തതും ഇതൊക്കെ ആവണമെന്നില്ല എല്ലാവരുടെ കാര്യത്തിലും. അപ്പോൾ ഒളിച്ചോടാൻ നിൽക്കുകയാണെങ്കിലും സ്ഥിരമായിട്ട് ഇന്ന് പണിക്ക് കയറിയിട്ട് മറ്റന്നാൾ ഒളിച്ചോടാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇത്ര കാലമായിട്ട് ഞാൻ പണിക്ക് പോയി. ഞാൻ ഇപ്പോൾ എന്ത് പണിയാണെങ്കിലും ഇപ്പോൾ ഉള്ള പണി പോയാലും വേറെ പണി എടുത്ത് ജീവിക്കാൻ എനിക്കറിയാം. അപ്പോൾ പിന്നെ സ്നേഹിച്ച പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടല്ല, അല്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് ആരും ഒളിച്ചോടാൻ നിൽക്കരുത്. ഇപ്പൊ പണി ഉണ്ടെങ്കിൽ ഒളിച്ചോടാൻ ഇറക്കി കൊണ്ടുവരാന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഇതുവരെ പണിക്ക് പോകാതെ നാളെ മുതൽ പണിക്ക് പോയിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഇറക്കി കൊണ്ടുവരാന്ന് പറഞ്ഞ് നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അതിൽ കാര്യമില്ല. പണി എടുക്കാനുള്ള മനസ്സ് വേണം. അതിപ്പോൾ ഇനി +2 പാസ്സാവണമെന്ന് 10ാം ക്ലാസ് പാസ്സാവണമെന്നൊന്നുമില്ല. പണിയെടുത്ത് ജീവിക്കാൻ പറ്റുമെങ്കിൽ എന്തും ഓക്കെയാണ്, നോ പ്രോബ്ലം. സ്വന്തമായിട്ടൊരു ബേസ് ഉണ്ടാക്കിയിട്ട് ഈ വക പരിപാടിക്ക് എന്ത് വേണം ചെയ്യാം, നോ പ്രോബ്ലം. പിന്നെ ആരും ഇവർക്ക് മെസ്സേജ് ഒന്നും അയക്കരുത്, സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ചിട്ട്. എന്തായാലും നമ്മളിപ്പോൾ ഒരു പ്രപ്പോസൽ ടാസ്ക് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ കപ്പിൾസ് ആണല്ലോ, അപ്പോൾ നമ്മൾ സ്നേഹത്തിന്റെ ടാസ്ക് മാത്രം പോരാ, കുറച്ച് അടിയും പിടിയൊക്കെ ഉണ്ടെങ്കിലേ കാണുന്ന എനിക്കൊരു സുഖം ഉണ്ടാവുള്ളൂ. ഞാനൊരു സിറ്റുവേഷൻ തരാം. ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ലക്ഷ്മി റിയാക്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരണം. ഓക്കെ? ഒന്നുമില്ല, നമ്മുടെ ഒരു ദിവസം ഫോൺ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു, ചുമ്മാ റീൽസ് എടുക്കുന്നു. അപ്പോൾ സംഭവം ഒരു മെസ്സേജ്, ഒരു പെണ്ണിൻ്റെ മെസ്സേജ് നമ്മുടെ സൈക്കോൻ്റെ ഫോണിലേക്ക് വരുന്നു. അതിനത് നോക്കുമ്പോൾ അതൊരു അവിഹിതമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പം എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അത് കാണിക്കുക. ഫോൺ എടുത്ത് വലിച്ചെറിയരുത്, താഴെ വീണാൽ പൊട്ടും. പുതിയ ഫോണാട്ടോ. സിറ്റുവേഷൻ മനസ്സിലായില്ലേ? സിമ്പിളാണ്. ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ. ഫോൺ താടാ. ഇല്ല, അത് തരാൻ പറ്റില്ല. എന്നെ നീ എന്നെയാണെന്ന് എനിക്കറിയണ്ടേ? അതൊന്നും അറിയണ്ട, എല്ലാ കാര്യങ്ങളും തന്നെ അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും. ഫോൺ മര്യാദക്ക് തന്നു. താടാ ഫോൺ, താടാ ഫോൺ. ഇവളേതാ? അത് കൂട്ടുകാരി. ഈ കൂട്ടുകാരി എന്തിനാ ഇങ്ങനെ ഈ ഉമ്മയൊക്കെ തന്ന മെസ്സേജ് ഇങ്ങനെ എന്തിനാന്നേ? അത് ഉമ്മയല്ല, അത് വെള്ളം വീണപ്പോ താനെ വന്നതാന്ന്. ഇങ്ങനെയാ? അങ്ങനെ തന്നെ. നീ എന്തിനാ ഇങ്ങനെ ഈ ഹാർട്ടിന്റെ ചിഹ്നമൊക്കെ അവക്കിട്ട് കൊടുത്തേക്കുന്നേ? നീ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് ഇങ്ങനെ? ഇതാ മഴയത്ത് പോയി അവക്ക് ഇങ്ങനത്തെ ഇമോജി നീ എന്തിനിട്ട് കൊടുത്തേ? എന്തിനാ നമുക്ക് ഈ ഉമ്മയൊക്കെ അയച്ചേക്കുന്നത്? എന്തിനാ? ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിൽ ചാടിയ ഉമ്മ തന്നെ. മഴ ചാടിയപ്പോ മഴത്തുള്ളി UMM എന്ന് പറഞ്ഞ അടിക്കുവോ? പറ. അല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് ശീലിച്ചു പോയത് ഇടയ്ക്കിടയ്ക്ക്. ഒരു കുളിരി കണ്ടോ നോക്കി. സ്ഥിരം കിട്ടാറില്ലല്ലേ? ഇന്ന് രാവിലെ കൂടെ. ഇന്ന് രാവിലെ എന്തിനായിട്ട്? അത് ഈ പാൻറ് എവിടെയോ കൊണ്ടിട്ടേക്കുവാ. ഞാൻ മര്യാദക്ക് ഇന്നലെ മടക്കി വെച്ചതാ, എവിടെയോ കൊണ്ടിട്ടു. രാവിലെ കഴിഞ്ഞിട്ട് എന്നോട് പെണ്ണെ പാൻറ് എന്ത് ചെയ്ത് തപ്പടാന്ന് പറഞ്ഞു. തപ്പി ഇപ്പൊ കാണാനില്ല. എന്നിട്ട് പിന്നെ കൊറേ നേരം ഇങ്ങനെ ഞങ്ങള് അലമാരി മേടിച്ചിട്ടില്ല, ഇപ്പൊ ഒരു കൂടിന്റെ അടി കൊണ്ടിട്ടേക്കുവാ. അപ്പൊ കൊടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ അതുപോലെ തന്നെ ചായ കുടിച്ചിട്ട് ഗ്ലാസ് അവന് ചായ കുടിച്ച് എവിടെയാണോ കുടിച്ചത് അവിടെ വെക്കും. പിന്നെ ഞാൻ തെരഞ്ഞോട്ട് നടക്കണം. പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. പക്ഷെ അതിലെനിക്ക് സൈക്കോനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഞാനങ്ങനെ എന്റെ റൂമിൽ നിന്ന് കൊറേ ഗ്ലാസ് ആയിട്ടാ ഞാൻ ഇറങ്ങിയത്.
എന്തായാലും സാധാരണ പെമ്പിള്ളേരെ തല്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കോലാഹലം ഉണ്ടായിരുന്നു. പക്ഷെ പാവപ്പെട്ട ഒരു പയ്യന് വീട്ടിലിട്ട് കൊല്ലാക്കൊല ചെയ്യണം. അത് പരീക്ഷ മേടിച്ച് ഒളിച്ചോടി വന്നിട്ട് സോഷ്യൽ മീഡിയയില് സിഗ്മ എന്ന് പറഞ്ഞിട്ട് കിങ് ആയി നടന്നുകൊണ്ടിരുന്നത്. ഇത് ചുമ്മാ ഇപ്പോഴാണ് കറക്റ്റ് ആയത്. അല്ല ശരിക്കും ഈ സോഷ്യൽ മീഡിയയിൽ ഈ സിഗ്മ ഒക്കെ ചുമ്മാ ഉടായിപ്പല്ലേ? അത് മനഃപൂർവ്വം കണ്ടല്ലേ. ആ സമയത്ത് റിലേഷൻ ഉണ്ടായിരുന്നു? ഇല്ല അല്ല, ഈ കുട്ടി ഇല്ല വീഡിയോ ഇട്ട് തുടങ്ങിയത് ഇവള് വന്ന് കഴിഞ്ഞിട്ടാണ്. മറ്റേ സിഗ്മയുടെ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞൊക്കെ അപ്പോഴൊക്കെ ഞങ്ങള് കമ്മിറ്റഡാ. അതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നു. കുട്ടിയുടെ ഉള്ളിൽ ആ ഒരു സ്ത്രീ അങ്ങനല്ല, ഇവൻ അപ്പൊ അവനില്ലല്ലോ, ഒരു കാര്യമില്ലല്ലേ എന്തിട്ടാലും എനിക്ക് അങ്ങനെ ഇല്ല. അത് വീട്ടിലും ആദ്യമൊക്കെ സീനായിരുന്നു. പിന്നെ ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവന് ആദ്യം കാര്യം പറയാറില്ല. ഗൈസ്, ഞാൻ ഫ്രീ ആയിട്ടൊരു അഡ്വൈസ് തരാം. ഈ സിഗ്മ എന്ന് പറഞ്ഞ് നടക്കുന്ന അവന്മാരൊന്നും ഒരിക്കലും വിശ്വസിക്കരുത്. ഒക്കെ കമ്മിറ്റഡ് ആയിരിക്കും. പിന്നെന്താ 100%. 100% നോക്കിക്കോ. ഇന്ന് സിഗ്മ എന്നോടും നാളെ വന്ന കല്യാണ വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. വീടരുത്, സ്നേഹം കൊണ്ട് പറയാ. ഇനി ഞാൻ ഒരു ടാസ്കും കൂടെ തരാം. എന്തായാലും അടി കൊണ്ട് വയ്യാണ്ടിരിക്കല്ലേ, നമുക്ക് വീണ്ടും സ്നേഹത്തിന്റെ പാതയിലേക്ക് പോവാം. ഓൾറെഡി നമ്മളിവിടെ ലവ് തീം ആണല്ലോ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു സെഗ്മെന്റിന്റെ പേര് ലവ് ലെറ്റർ എന്നാണ്. സോ ലവ് ലെറ്ററിൽ ഒരു ലവ് ലെറ്റർ എഴുതിപ്പിക്കാതെ വിടാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമുക്ക് കുറച്ച് പണ്ടത്തെ കാലത്തേക്ക് പോവാം. ഇപ്പൊ ആൾക്കാർ ടെക്സ്റ്റും ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്ക് ഐ ഡി ഒക്കെ വാങ്ങിച്ച് ചാറ്റ് ചെയ്ത് സെറ്റാക്കലാണ്. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ല. നിങ്ങൾ ലവ് ലെറ്ററിലൂടെ നിങ്ങളുടെ സ്നേഹം അറിയിക്കാൻ തീരുമാനിച്ചു. ലെറ്ററൊക്കെ എഴുതണോ? അയ്യോ, ഓക്കെ, അങ്ങനെ അവർ ലവ് ലെറ്റർ എഴുതി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി നിങ്ങൾ അത് 4 മടക്കി പരസ്പരം കൈമാറിക്കും. 1 2 3 4. അയ്യോ, എന്തിനാ ഞാൻ 4 ആക്കിയില്ല. ആദ്യം നീ വായിച്ചോ. ഓക്കെ, ഫസ്റ്റ് ആരാ വായിക്കണ്ടേ? വേണ്ട, വോയിസ് ഫസ്റ്റ്. വോയിസ് ഫസ്റ്റ് വായിക്ക, അവന്റെ വായിക്ക, കേക്കട്ടെ നമ്മൾ. വായിക്കണോ? വായിക്കടി ഓർക്കെ. ഇവൻ എഴുതിയേക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, നീ ആദ്യം എടുത്തല്ലേ എന്റെ കുഴിമന്തി എഴുതിട്ട്. ഞാൻ വായിക്കട്ടെ എന്നാ. അതാണോ? ഇവിടുത്തെ തിരുത്തിയാ മതി സൈക്കോ. പ്രിയപ്പെട്ട സോനാലക്ഷ്മിക്ക് ബസ് സ്റ്റാൻഡിൽ കടല കുറച്ചുകൊണ്ടിരിക്കുന്ന അല്ല ഇതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്റെ വായിച്ചു തരാം. പരസ്പരം വായിക്കും. ഓക്കെ. പ്രിയപ്പെട്ട സോനാലക്ഷ്മിക്ക്, ഇങ്ങനെയാണ് വായിക്കേണ്ടത്. പ്രിയപ്പെട്ട സോനാലക്ഷ്മിക്ക്, ബസ് സ്റ്റാൻഡിൽ കടല കുറച്ചുകൊണ്ടിരുന്ന നിന്നെ എൻ്റെ വീട്ടിലേക്ക് അണ്ടിപ്പരിപ്പ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. പ്രിയേ, അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ ഞാൻ എൻ്റെ പ്രണയം തരും. ഓക്കെ, അതൊക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? അന്ന് പിടിച്ചോ. നിമിഷ കവിയാണ് ഞാൻ. അത് ശരിയാട്ടോ. ബി മലയാളാണോ? സൈക്കോ ചേട്ടൻ എന്റെ ലവ് ലെറ്റർ. എനിക്ക് ചേട്ടനെ വളരെയധികം ഇഷ്ടമാണ്. ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് ചേട്ടൻ എന്നെ കാണാൻ വരണമേ എന്ന്. ബസ് സ്റ്റാൻഡിൽ ഞാൻ എന്നും കാത്തിരിക്കും. സ്റ്റാൻഡ് വന്നു, രണ്ടിലും സ്റ്റാൻഡ് വന്നു അറിയാം. ബസ് സ്റ്റാൻഡ്, അത് ബസ് സ്റ്റാൻഡിലെ തുടങ്ങട്ടെ. ബസ് സ്റ്റാൻഡിൽ കൊള്ളാട്ടോ, രസമുണ്ട്. ഇതിൽ ആരുടെ ലവ് ലെറ്റർ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? അണ്ടിപ്പരിപ്പാണ് ഇഷ്ടപ്പെട്ടത്, ബസ് സ്റ്റാൻഡാണ് ഇഷ്ടപ്പെട്ടത്? കമന്റ് ചെയ്യാം. ആവശ്യം വരും. കള്ളം സൂപ്പർ. ഇതുകൊണ്ട് ചില്ലിട്ടേക്കാം. എന്നാലും സൈക്കോയുടെ ഉള്ളിൽ ഒരു ഉറങ്ങിക്കിടക്കുന്ന കാമുകനുണ്ട്. അത് ഈ ഇന്റർവ്യൂയിലൂടെ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോ ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്, കാര്യങ്ങളൊക്കെ? ഇപ്പൊ ലൈഫൊക്കെ ഒന്ന് സെറ്റായി അല്ല, ആ ഒരു ട്രാക്കിലേക്ക് വന്നതല്ലേ ഉള്ളൂ. കംപ്ലീറ്റ്ലി ഇങ്ങനെ ഇല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ആ ഒരു സ്ട്രഗിൾ എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് വീട്
ഈ പറഞ്ഞ പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങണ്ടേ. അപ്പൊ എന്തൊക്കെ നോക്കി? എന്തായിരുന്നു ആ ദിവസങ്ങൾ? എങ്ങനെ ഉണ്ടായിരുന്നു ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേറാത്ത കടയില്ല, കംപ്ലീറ്റ് കടയിൽ ഉപ്പ്. ഇപ്പോൾ ആ നാട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങളെ രണ്ടുപേരെ അറിയാം. കാരണം ഇച്ചിരി ഇല്ലാത്ത കൊച്ചിനെ കെട്ടിക്കൊണ്ട് നടക്കാന്ന് പറഞ്ഞിട്ട് നാട്ടിൽ മൊത്തം ഇതാണ് മെച്ചൂരി ആയിട്ടില്ലെന്ന് ആൾക്കാർ പറയത്തുള്ളൂ. അത് പിന്നെ അങ്ങനെ ആണ്. പിന്നെ കയ്യിൽ കാശ് വേണം ആദ്യം. ഇപ്പോൾ ഉണ്ടായിരുന്നതിൽ പകുതിയോളം തീർന്നു. പിന്നെ ഇനിയും ഉണ്ടാക്കണം. ഇത് മാത്രം പോരല്ലോ, ഉള്ളത് മാത്രം പോരല്ലോ. ഇനി മുന്നിലോട്ട് ജീവിക്കണമെങ്കിലും ഡെയിലി പണിക്ക് പോകണം. വെച്ചുതരാൻ പിന്നെ ഇവിടെ ഉണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നു, എനിക്ക് ഉറപ്പുണ്ട്. എന്താ ഇനി പ്ലാൻസ്? എന്താ സ്റ്റഡീസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യണ്ടേ? താല്പര്യമില്ല. പഠിച്ചിട്ട് കാര്യമില്ല, അവള് പൊട്ടത്തിയാണ്. ഞാനൊന്നും ഉപദേശിച്ചതാ പണ്ട്, പിന്നെ പിള്ളേരെ എവിടെയും കണ്ടിട്ട് പോലും ഇല്ല. അല്ല എന്നാലും ബ്യൂട്ടീഷ്യൻ പഠിക്കണ്ടേ ജോലി കിട്ടാനുള്ള? ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ ഇഷ്ടം. ആദ്യം എല്ലാം ഒന്ന് തണുത്ത് എന്തായാലും രണ്ടുപേർക്കും ഒരു ജോലിയൊക്കെ ഉണ്ടെങ്കിലല്ലേ തട്ടിമുട്ടിക്ക് പോകാൻ പറ്റുള്ളൂ. എനിക്ക് വിടാൻ താല്പര്യമില്ല, പക്ഷെ അവർക്ക് പഠിക്കാൻ താല്പര്യം. ബ്യൂട്ടീഷ്യൻ പഠിച്ച ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ. എനിക്കങ്ങനെ ഇവള് പണിക്ക് വിടണമെന്നില്ല, അവക്കത് ഇഷ്ടമാണെങ്കിൽ. എന്താ ഇഷ്ടമല്ലാത്ത? എന്താ? ഞാൻ പോകുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ അതിന്റെ ആവശ്യം കൂടി ഇല്ല. എന്നാലും ലേഡീസ് ആകുമ്പോ എന്തെങ്കിലും സ്വന്തമായിട്ട് വരുമാനം അങ്ങനെ അവക്ക് തോന്നുന്നുണ്ട്, അപ്പൊ പിന്നെ വിടാം. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ പൊക്കോട്ടെ, ഇഷ്ടമല്ലെങ്കിൽ പോകണ്ട. ഓക്കെ. എന്തായാലും വെച്ചുണ്ടാക്കി തരാൻ അവളുണ്ടല്ലോ എന്ന് പറഞ്ഞല്ലോ നേരത്തെ. അപ്പോ നമ്മൾ വെച്ചുണ്ടാക്കുന്നത് ഈ റീൽസിലൊക്കെ കണ്ടപ്പോ ആൾക്കാരുടെ വിചാരം ഈ കുട്ടിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, കരിഞ്ഞ ചപ്പാത്തിയും കരിഞ്ഞ ദോശയൊക്കെയാന്നാണ്. എന്തൊക്കെ ഉണ്ടാക്കും? കുക്ക് ചെയ്യും? ചോറ് വെക്കും, സാമ്പാർ ഉണ്ടാക്കി കൊടുക്കും, മോരുകറി ഉണ്ടാക്കും, മീൻകറി ഉണ്ടാക്കും, ഇറച്ചിക്കറി ഉണ്ടാക്കും. കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് അറിയാം. പിന്നെ അറിയാത്തത് യൂട്യൂബിൽ നോക്കി. ഇപ്പൊ നമുക്ക് നോക്കാൻ കുറെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, സാധനങ്ങൾ വാങ്ങിച്ചു നോക്കിയാൽ മതി. ഫേവറേറ്റ് ഫുഡ് ഏതാ ലക്ഷ്മി ഉണ്ടാക്കിയതില്? ഉണ്ടാക്കി തന്നതിൽ അതെന്തായിരുന്നു? കരിഞ്ഞ ദോശ? അല്ലല്ല, മീൻ വറുത്തത്. അല്ല, എനിക്ക് ഡെയിലി മീൻ ഇറച്ചി അല്ലെങ്കിൽ എന്തെങ്കിലും വേണം. അപ്പോൾ മീൻ നന്നായിട്ട് വെച്ച് തരും. അത് ആര് വെച്ചാലും ഒരു ടേസ്റ്റ് ആയിരിക്കും. അതൊന്നുമല്ല. ആണല്ലേ മോര് കാച്ചിയതില്ലേ, അങ്ങനെ ഉണ്ടാകുന്ന. ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക, എന്നിട്ട് ഉലുവ, കടുക്, മറ്റേ വത്തൽമുളകല്ലേ, വത്തൽമുളക് ആയിട്ടിട്ട് ഇളക്കണം. ബ്രൗൺ കളർ ആവുന്നേരം. എന്നിട്ട് കുറച്ച് എന്താന്ന് കേട്ടാ ചുമന്നുള്ളി അല്ലേ, ചുമന്നുള്ളി ഇട്ടിട്ട് ചുമന്നുള്ളി ഇട്ടിട്ട് ഇളക്കും. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടും. എന്നിട്ട് പിന്നെ തൈര് ഒന്ന് ഉടച്ചെടുത്തിട്ട് ഒഴിക്കും. എന്നിട്ട് ഇളക്കും. എന്നിട്ട് ഉപ്പിടും. കറിവേപ്പില ഇടാൻ മറന്നു. കറിവേപ്പില ഇട്ടു. പിന്നെ എന്തായിരുന്നു മറന്ന്. അത്രേ ഉള്ളൂ. എന്നിട്ട് തിളക്കണ്ട, തിളച്ചാ പിരിഞ്ഞു. തിളക്കരുത്, തിളക്കാണ്ട് എടുക്കും. പക്ഷേ നമ്മള് ആക്ച്വലി വിശപ്പിന്റെ സമയത്ത് ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. അത് കിട്ടും. നമ്മള് വിശന്നിരിക്കുമ്പോ നമ്മൾ എന്തും കഴിക്കും. ടേസ്റ്റ് ഒന്നും ആരും നോക്കില്ല. ഉണ്ടാക്കാൻ അറിയാലോ. പറ, എങ്ങനെ മീൻകറി ഉണ്ടാക്കാം? മീൻകറി ഉണ്ടാക്കാൻ ഇതുപോലെ തന്നെ എണ്ണ ഒഴിക്കുക, കടുക് ഇടുക, ഉലുവ വേണമെങ്കിൽ ഉലുവ ഇടുക. വേണം. പിന്നെ എന്തൊക്കെയായിരുന്നു? ഇഞ്ചി, മറ്റേ പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ സവാള, കുഞ്ഞുള്ളി, അങ്ങനെ. പിന്നെ കറിവേപ്പിലേക്ക് വേണം. ഇളക്കുക. എന്നിട്ട് മറ്റേ പൊടികളിടണം. മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ മീൻ മസാല അതൊക്കെ ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. അത്യാവശ്യത്തിന് മീനെടുത്ത് അത്യാവശ്യത്തിന്. എന്നിട്ട് ആ വെള്ളം തിളയ്ക്കുമ്പം മീൻ നന്നാക്കി വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കുക. മീനിൽ എന്തെങ്കിലും തേക്കണം? മീൻ തേക്കണ്ട, നന്നാക്കി സെറ്റാക്കി വെക്കുക. അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഇളക്കുക, മൂടി വെക്കുക, തിളക്കുക. അങ്ങനെയൊക്കെ തന്നെ. സ്വാദിഷ്ടമായ മീൻകറി റെഡി.
ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഞാൻ ഇവർ ഉപദേശിച്ച് നന്നാക്കണമെന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷെ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല മെച്യൂരിറ്റിയൊക്കെ ഉള്ള പിള്ളേരാണ്. പിന്നെ പ്രായത്തിൻ്റെതായ എന്തെങ്കിലുമൊക്കെ അല്ലേ, അതെല്ലാ ആൾക്കാർക്കും നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞ് വന്നതാണല്ലോ. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും നന്നായിട്ട് പോവാം. പണിയെടുത്ത് ജീവിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. വീട്ടുകാരൊക്കെ ഇട്ട് അതൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി തിരിച്ച് വീടുകളിലേക്ക് പോയി ഹാപ്പി ആയിട്ട് ഇരിക്കുക. നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാം. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പഴയ തെറിയൊന്നും ഉണ്ടാവില്ലേ നീ? ഇല്ല ഇല്ല, അതൊക്കെ നിർത്തി കംപ്ലീറ്റ് പറയാൻ പറ്റില്ല, എന്നാലും ഏറെക്കുറെ ഒരു 20% ഉണ്ടായിരിക്കും, 80% ഓഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പം ഇനി എല്ലാം അടിപൊളിയാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.